വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയെ ഒന്ന് നോക്കിയിട്ട് സത്യഭാമ അങ്ങ് വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം ആകെ ദേഷ്യത്തോടെ സരള നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട്, വിഷ്ണുവേട്ട അപ്പോൾ നമ്മുടെ കല്യാണം? അന്നേരം ദേഷ്യത്തോടെ വിഷ്ണു പറയുകയാണ്, ദൈവം അത്ര ക്രൂരനൊന്നും അല്ല സുസ്മിതേ, നീ എന്ന രാക്ഷസിയെ സഹിക്കാനുള്ള വിധിയൊന്നും ഈ വിഷ്ണുവിന് ഇല്ല. അതും കൂടി കേൾക്കുമ്പോൾ സുസ്മിതയ്ക്ക് ആകെ സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. അന്നേരം ശാലിനിയുടെ കൈ പിടിച്ച് വിഷ്ണു പറയുകയാണ്, ഇയാൾ കരയണ്ട എന്ന് പറഞ്ഞ് ശാലിനിയെ ആശ്വസിപ്പിച്ച ശേഷം തോളിൽ ഒന്ന് തട്ടിയിട്ട് വിഷ്ണുവും അങ്ങ് വീട്ടിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് സങ്കടത്തോടുകൂടി നിൽക്കുന്ന ശാലിനിയെ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് ശാരദാമ്മയും. തുടർന്ന് പ്രീതിയോട് രാഘവൻ നായർ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. തുടർന്ന് കല്യാണത്തിന് വന്ന ആളുകളെല്ലാം ഒഴിഞ്ഞു പോവുകയാണ്. അതുകണ്ട് ആകെ സങ്കടവും നിരാശയും ഒക്കെ പെട്ട് നിൽക്കുകയാണ്. അവസാനം സരളയും സുസ്മിതയും പിന്നീട് സരളയുടെ ഏട്ടനും മാത്രമാകുന്നുണ്ട് ആ വേദിയിൽ. തുടർന്ന് ആകെ തകർന്ന് കരയുന്ന സുസ്മിത ആ ഒഴിഞ്ഞ വിവാഹവേദിയും ഒഴിഞ്ഞ കസേരയും ഒക്കെ നോക്കി നിന്നങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയും കൂട്ടി പന്തൽ വിട്ട് പോവുകയാണ് ശാലിനിയും. അതേസമയം മുകളിൽ റൂമിലെത്തുന്ന വിഷ്ണു കട്ടിലേക്ക് ഇരുന്ന ശേഷം ഒന്ന് ആശ്വസിച്ചങ്ങ് ശ്വാസം വിടുകയാണ്. എന്നിട്ട് ശാലിനി കൊടുത്ത ആ താജ്മഹൽ ശില്പവും ചേർത്ത് പിടിച്ച് വിഷ്ണു അങ്ങനെ ആശ്വസിച്ച് സന്തോഷിച്ചിരിക്കുന്നുണ്ട്. അതേസമയം റൂമിലെത്തുന്ന സത്യഭാമ വിഷ്ണു പറഞ്ഞ കാര്യങ്ങളും തുടർന്ന് രാഘവൻ നായർ എല്ലാം തനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞതും മാപ്പാക്കണമെന്ന് പ്രീതി കരഞ്ഞു പറഞ്ഞതും ഓർത്തൊക്കെ ദേഷ്യപ്പെട്ടിരിക്കുന്നു. തുടർന്ന് ശാരദാമ്മ ശാലിനിയോട് യാത്ര പറയുകയാണ്. ദൈവം കൈവിട്ടില്ല, മോളെ രക്ഷിച്ചു, വലിയ പ്രവൃത്തിയാണ് മോള് ചെയ്തത്, അത് കാണാനുള്ള മനസ്സ് സത്യാമ്മയ്ക്ക് ഉണ്ടാകണമേ എന്നെനിക്ക് പ്രാർത്ഥനയുള്ളൂ എന്നൊക്കെ ശാരദാമ്മ ശാലിനിയോട് പറയുന്നുണ്ട്. അന്നേരം നന്നായിട്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് ശാലിനിയും. അമ്മ പേടിക്കേണ്ട, ഇത്രയൊക്കെ എത്തിയില്ലേ, ദൈവം കാവലുണ്ടാകുമെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ശാലിനി ഒന്ന് ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട് ശാരദാമ്മ. എന്നിട്ട് യാത്ര പറഞ്ഞങ്ങ് പോവുകയാണ് അവിടെ നിന്ന് ശാരദാമ്മയും. അതേസമയം ആളൊഴിഞ്ഞ വിവാഹവേദിയിൽ ഒറ്റയ്ക്ക് താലിയും പിടിച്ച് സങ്കടത്തോടെ തന്നെ സുസ്മിത അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതേസമയം അകത്ത് കയറി കതകടച്ചിരിക്കുന്ന ഭാമയുടെ റൂമിന് പുറത്ത് കാവലെന്ന പോലെ തന്നെ നിൽക്കുകയാണ് പ്രീതി. തൊട്ടടുത്ത് തന്നെ രാഘവൻ നായരും ശാലിനിയും നിൽപ്പുണ്ട്. അതേസമയം താഴേക്കിറങ്ങി വരുന്ന വിഷ്ണുവിനോട് പ്രീതി പറയുകയാണ്, അമ്മ മുറിക്കകത്ത് കയറി കതകടച്ചിരിക്കുകയാണ്, എത്ര വിളിച്ചിട്ടും തുറക്കുന്നില്ല എന്ന്. അന്നേരം വിഷ്ണു കതവിന് മുട്ടി ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്. അവസാനം ദേഷ്യപ്പെട്ട് ഭാമ അകത്തു നിന്നും ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് വേണ്ടതെന്ന്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ഭാമയെ വാതിൽ തുറക്ക്, സംസാരിക്കാനുണ്ടെന്ന്. അന്നേരം അകത്തു നിന്നും ഭാമ പറയുകയാണ്, എനിക്കാരെയും കാണുകയും വേണ്ട, എനിക്കാരോടുമൊന്നും സംസാരിക്കാനും ഇല്ല. അന്നേരം കരഞ്ഞുകൊണ്ട് പ്രീതിയും ചോദിക്കുന്നുണ്ട്, തെറ്റ് ചെയ്തത് ഞാനല്ലേ, അപ്പോൾ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടത് ഞാനാണ്, മറ്റുള്ളവരെയൊക്കെ അമ്മ എന്തിനാണ് ദേഷ്യം കാണിക്കുന്നത് എന്നൊക്കെ പ്രീതിയും വാതിൽക്കൽ നിന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ഒറ്റക്കെട്ടായപ്പോൾ സത്യഭാമ പുറത്തായില്ലേ, ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങിയാൽ മതിയെന്ന് ഭാമ പറയുന്നു. അന്നേരം നമ്മുടെ മോളുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ ശാലിനി അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ സങ്കടത്തോടെ ഭാമ പറയുന്നുണ്ട് അകത്തു നിന്നും, രാഘവേട്ടന് സംസാരിക്കാനുള്ള അവകാശമില്ല. അന്നേരം കുറച്ചു നേരത്തേക്ക് രാഘവൻ നായരും മിണ്ടായിരിക്കുകയാണ്. സത്യഭാമ പറയുന്നതൊക്കെ കേട്ട് മിണ്ടാ നിൽക്കുകയാണ് ശാലിനിയും വിഷ്ണുവും. അന്നേരം എന്ത് അപമാനിച്ചുവെന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം ഭാമ പറയുകയാണ്, ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ടും എന്നെ മനസ്സിലാക്കാനായിട്ട് രാഘവേട്ടന് കഴിഞ്ഞില്ലല്ലോ, ക്ഷണിച്ചു വരുത്തിയവരുടെയൊക്കെ മുമ്പിൽ വെച്ച് രാഘവേട്ടനും കൂടി ചേർന്നല്ലേ എന്നെ അപമാനിച്ചത്. സ്വന്തം മകൾക്ക് അവളുടെ ഭർത്താവിനോട് പോലും സംസാരിക്കാനായിട്ട് വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന ഒരു രാക്ഷസിയാണ് സത്യഭാമ അല്ലേ. അങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ രാഘവൻ നായരോട് ചോദിക്കുന്നുണ്ട് അകത്തു നിന്നും ഭാമ. മകൾക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന് കണ്ടാൽ അതിനെ കഴുത്ത് ചരിച്ച് കൊല്ലുന്ന രാക്ഷസിയാക്കി എന്നെ മാറ്റി. പിന്നീട് ആ കുഞ്ഞിനു വേണ്ടി ത്യാഗം ചെയ്യുന്ന മരുമകളും, പിന്നെ മകന് വേണ്ടി മറ്റൊരു പെണ്ണിനെ കണ്ടെത്തുന്ന ഒരു മരമണ്ടിയാക്കി മാറ്റി എന്നെ. അങ്ങനെയൊക്കെയുള്ള കോലങ്ങൾ എന്നെ കെട്ടിച്ചില്ലേന്നൊക്കെ തുടരെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് സത്യഭാമ. അപ്പോഴും മിണ്ടാതെ നിൽക്കുന്ന മരുമകൾ ത്യാഗിയായി. നാട്ടുകാർക്ക് പാടി നടക്കാൻ ഈ സത്യഭാമയുടെ മേൽ പുതിയ കഥയും ഉണ്ടായി. അന്നേരം അമ്മേ ഞാൻ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞ് എന്തോ പറയാൻ തുടങ്ങിയാണ് ശാലിനി. അന്നേരം അകത്തു നിന്നും മിണ്ടരുത് നീ എന്നും പറഞ്ഞ് ശാലിനിയുടെയും വായടപ്പിക്കുകയാണ് സത്യഭാമ. അന്നേരം വീണ്ടും രാഘവൻ നായർ ഭാമയെന്ന് വിളിക്കുമ്പോൾ എല്ലാവരും എന്നെ ശല്യപ്പെടുത്താതെ പോ എന്ന് തുടരെ ഭാമ പറയുന്നുണ്ട്. അന്നേരം വീണ്ടും വിഷ്ണു അമ്മയെ വാതിൽ തുറക്ക് എന്ന് വീണ്ടും കതകിൽ തട്ടി വിളിക്കുകയാണ്. വീണ്ടും എല്ലാവരും പോ എന്ന് ഭാമ പറയുമ്പോൾ രാഘവൻ നായരും വിഷ്ണുവിനോട് പറയുകയാണ്, മോനെ ഇനി വിളിക്കണ്ട, അവൾക്ക് കുറച്ച് സമയം കൊടുക്ക്, എല്ലാം ഒന്ന് കത്തി അണയട്ടെ. തുടർന്ന് രാഘവൻ നായരെ പ്രീതി റൂമിലേക്ക് കൊണ്ടുപോകുന്നു. തുടർന്ന് വിഷ്ണു ശാലിനിയെ ഒന്ന് നോക്കിയിട്ട് തിരികെ റൂമിലേക്ക് തന്നെ പോകുന്നു.
തുടർന്ന് സുസ്മിതയുടെ ആ താലിയും പിടിച്ചുള്ള നിൽപ്പും സങ്കടവും ഒക്കെ കണ്ട് സരള പറയുന്നുണ്ട്, ഇനി ഇവിടെ എന്ത് കാണാനാണ് നിൽക്കുന്നത്, വാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് സുസ്മിതയുടെ കൈ പിടിക്കുകയാണ്. അന്നേരം കൈ തട്ടി മാറ്റി എന്നെ വിടുമെന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അങ്ങ് സരളയെ നോക്കുകയാണ് സുസ്മിത. അന്നേരം സരളയുടെ ഏട്ടനും പറയുന്നുണ്ട്, മോളിനി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, പാചകക്കാരും പന്തലുകാരും എല്ലാവരും പോയി, ഇനി ഇവിടെ എന്ത് ചെയ്യാനാണ് നിൽക്കുന്നതെന്നും അമ്മാവൻ ചോദിക്കുകയാണ്. അന്നേരം ദേഷ്യത്തോടു കൂടി തന്നെ സുസ്മിത പറയുകയാണ്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അന്നേരം ഇനി ഈ കല്യാണം നടക്കുമോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അമ്മാവൻ ചോദിക്കുന്നുണ്ട്. അന്നേരം സുസ്മിത പറയുകയാണ്, സുസ്മിത വിചാരിക്കുന്നതേ നടക്കൂ, നടത്താനായിട്ട് എനിക്ക് അറിയുകയും ചെയ്യാം. അന്നേരം മോളെ നീ എന്തായി പറയുന്നത്, നിനക്ക് ഭ്രാന്തായോ എന്നും പറഞ്ഞ് സങ്കടപ്പെടുകയാണ് സരള. അന്നേരം ദേഷ്യത്തോടു കൂടി സരളയോട് സുസ്മിത പറയുകയാണ്, അതെ എനിക്ക് ഭ്രാന്ത് തന്നെയാണ്, ആ ഭ്രാന്തിൻ്റെ തീയിൽ എരിഞ്ഞമരണ്ടെങ്കിൽ ഇവിടെ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോളണം എന്ന് പറഞ്ഞ് പുറത്തേക്കുള്ള വഴി ചൂണ്ടിക്കാട്ടുകയാണ് സുസ്മിത. അന്നേരം മോളെന്ന് സങ്കടത്തോടെ സരള ഒന്നുകൂടെ വിളിക്കുമ്പോൾ കടന്നു പോകാനാണ് പറഞ്ഞതെന്ന് സുസ്മിത ഒന്നുകൂടി ഉച്ചത്തി പറയുന്നു. അന്നേരം അമ്മാവന് സരളയോട് പറയുകയാണ്, വാ സരളെ നമുക്ക് ഇപ്പോൾ പോകാം, അവളുടെ മനസ്സ് ഒന്ന് ശാന്തമാകട്ടെ, അപ്പോൾ നമുക്ക് വന്ന് കൂട്ടിക്കൊണ്ടു പോകാം, വാ സരളയെന്നും പറഞ്ഞ് വിളിച്ച് സരളയും കൂട്ടിക്കൊണ്ട് അമ്മാവൻ അവിടെ നിന്നും പോകുന്നു. തുടർന്ന് ആ താലിയും പിടിച്ചുകൊണ്ട് പന്തലിൽ തന്നെ നിന്ന് സുസ്മിത പറയുന്നുണ്ട്, എല്ലാം കത്തിച്ചാമ്പലാകാൻ പോകുന്നേയുള്ളൂ, സുസ്മിത ഇനി എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളെല്ലാവരും കണ്ടോ, വിഷ്ണുവേട്ടൻ എൻ്റെയാണ്, എൻ്റെ മാത്രം എന്നൊക്കെ അങ്ങ് സുസ്മിത പറയുന്നുണ്ട്. തുടർന്ന് രാത്രിയായിട്ടും സത്യഭാമ വാതിൽ തുറക്കുന്നില്ല. പുറത്ത് പ്രീതിയും രാഘവൻ നായരും ശാലിനിയും ഒക്കെയുണ്ട്. വിഷ്ണു ആണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ്. അതേസമയം അകത്ത് വീണ്ടും ദേഷ്യത്തോടെ തന്നെ കണ്ണാടിയുടെ മുൻപിലേക്ക് നോക്കി നിൽക്കുകയാണ് സത്യഭാമ. അന്നേരവും സത്യഭാമയുടെ മനസ്സിലൂടെ ഓടുന്നത് കല്യാണപ്പന്തലിൽ നടന്ന കാര്യങ്ങളും പിന്നീട് ശാരദാമ്മ പറഞ്ഞതുമാണ്. തല കുനിച്ചല്ല, തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഈ ശാരദാമ്മ നിൽക്കുന്നതെന്നൊക്കെ. അതൊക്കെ ഓർക്കും തോറും ദേഷ്യമങ്ങ് കൂടുകയാണ് സത്യഭാമയ്ക്ക്. തുടർന്ന് കണ്ണാടിയിലേക്ക് നോക്കുന്ന സത്യഭാമ എന്തോ ഓർത്ത പോലെ സുസ്മിത എന്ന് ഉറക്കെ വിളിക്കുകയാണ്. അതേസമയം വിവാഹവേദിയിൽ തറയിലങ്ങ് താലിയും പിടിച്ച് ഒരു ഭ്രാന്തിയെപ്പോലെ ഇരിക്കുകയാണ് സുസ്മിത. ഒരു ഭ്രാന്തമായ അവസ്ഥയിലിരിക്കുന്ന സുസ്മിത വിഷ്ണു തന്നോട് കല്യാണം കഴിക്കാനായിട്ട് താലിയെടുത്തതും അതേസമയം അത് മുടങ്ങിപ്പോയതും ഒക്കെ ഓർത്ത് ആകെ അങ്ങ് വിഷമിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമ റൂമിൽ നിന്ന് ഓർക്കുന്നതാണ്. സുസ്മിത, അവളോട് ഞാൻ തെറ്റ് ചെയ്തു, ആ കുട്ടിയോട് എന്ത് പരിഹാരമാണ് ഞാൻ ചെയ്യാനുള്ളത് എന്നൊക്കെ ഓർത്ത് സത്യഭാമ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട്. തുടർന്ന് സത്യഭാമ കാണുന്നത് കൈയടിച്ചുകൊണ്ട് തന്നോട് സംസാരിക്കുന്ന കണ്ണാടിയിലെ പ്രതിബിംബമാണ്. അന്നേരം ആ പ്രതിബിംബം ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും നീ സുസ്മിതയുടെ സങ്കടം മാത്രമേ കാണുന്നുള്ളൂ, അവളുടെ സങ്കടം, പരാതി, അവൾക്ക് എന്ത് സംഭവിച്ചു അതൊക്കെ മാത്രമേ നീ കാണുന്നുള്ളൂ, അവൾ നിനക്ക് ആരാണ്, നിന്റെ കൂട്ടുകാരിയുടെ മകൾ എന്നുള്ളൊരു പരിഗണന മാത്രമല്ലേ ഉള്ളൂ, അതിനപ്പുറം അവൾ നിനക്ക് വേറെ ആരും അല്ലല്ലോ, അവളോട് നിനക്ക് ഒരു കടപ്പാടിൻ്റെയും ആവശ്യമില്ല, സ്വന്തം മക്കളേക്കാൾ നീ അവളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നിന്നോട് പുച്ഛമാണ് തോന്നുന്നത്, അന്നേരം ഞാൻ കാരണമാണ് ആ കുട്ടിയുടെ കല്യാണം മുടങ്ങിയതെന്ന് ഭാമ പറയുന്നു. അന്നേരം ആ പ്രതിബിംബം ചോദിക്കുകയാണ്, അവളുടെ കല്യാണം മുടങ്ങിയതിന് നീ എങ്ങനെ കാരണക്കാരിയാവും ഭാമയെന്ന്. അന്നേരം ഭാമ പറയുകയാണ്, വിഷ്ണു അവളെ കല്യാണം കഴിക്കുമെന്ന വാക്ക് നൽകിയത് ഞാനാണ്, ആ വാക്ക് വിശ്വസിച്ചാണ് അവൾ കല്യാണ മണ്ഡപത്തിലേക്ക് ഒരുങ്ങിയിറങ്ങിയത്, അതും ഒരു തവണയല്ല, ഇതിപ്പോൾ 2ാമത്തെ തവണയാണ്. അന്നേരം ആ പ്രതിബിംബം പറയുകയാണ്, നീ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്, പക്ഷേ അതിനു മുമ്പ് നിനക്ക് നിന്റെ മനസ്സ് കാണാമായിരുന്നു, നിന്റെ മകനെ നീ കാണണമായിരുന്നു, അമ്മയെ ദൈവത്തെ പോലെ കാണുന്നവൻ, അവൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അമ്മയായ നീ ഒരു തോൽവിയാണ് സത്യഭാമയെന്ന് ആ പ്രതിബിംബം 2-3 തവണ ഭാമയോട് പറയുന്നുണ്ട്. ലോക തോൽവി എന്ന് പറയുമ്പോൾ ആ പ്രതിബിംബം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കുകയാണ് സത്യഭാമ. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഇന്നത്തെ റിവ്യൂ പറഞ്ഞതിൽ ഒരുപാട് തെറ്റുകളുണ്ട്, ആ നെറ്റ് സ്ലോ ആയതാണ്, കുറേയൊക്കെ വിക്കിപ്പോയി, അതൊക്കെ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. നാളെ നമുക്ക് ഒന്നുകൂടി റെഡിയാക്കാം. ഓക്കെ, താങ്ക്